സ്ത്രീ സുരക്ഷയെക്കുറിച്ച് എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു? സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്നും ലൈംഗിക ചൂഷണങ്ങൾ ഇല്ലാതാക്കുമെന്നും വരെ വിളംബരം ചെയ്ത സർക്കാരാണ്. അതിനായി ഹേമ കമ്മിറ്റിയെ നിയമിച്ചു. ലൈംഗിക പീഡന പരാതികളിൽ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി യുവതികൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. അന്വേഷണ സംഘം 35ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തതാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സിദ്ദിഖ്, മുകേഷ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ്. എന്നിട്ട് ഇരകൾക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നു. പ്രമുഖ താരങ്ങൾക്കെതിരായ കേസുകൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ആരാണ് അതിന് പിന്നിൽ? ഇതോടൊപ്പം കൊച്ചി മുനമ്പത്ത് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവവും, പാലക്കാട് മദ്യലഹരിയിലെത്തിയ മകനെ അച്ഛൻ വെട്ടിക്കൊന്ന കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ചോരയും കണ്ണീരും വീഴുന്ന നിരവധി വീടുകളുണ്ട്. സംശയരോഗവും ബന്ധങ്ങളിലെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും അക്രമങ്ങളിലേക്കും കൊലപാതകത്തിലേക്കും വഴിവെച്ചേക്കാം. ഇവിടെ പലപ്പോഴും ഇരകളാകപ്പെടുന്നത് സ്ത്രീകളാണ്. കൊച്ചി മുനമ്പത്ത് യുവതിയെ പങ്കാളി വെട്ടിക്കൊലപ്പെടുത്തിയതിന് കാരണവും വീട്ടിലുണ്ടായ കലഹമാണ്. മുനമ്പം പള്ളിപ്പുറം സ്വദേശി സുരേഷാണ് പനമ്പള്ളി നഗർ സ്വദേശിനി പ്രീതിയെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം പ്രതി സുരേഷ് മുനമ്പം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. എറണാകുളത്ത് മുനമ്പത്ത് പള്ളിപ്പുറത്താണ് സംഭവം. തൈപ്പറമ്പിൽ വീട്ടിൽ സുരേഷ് എന്നയാളാണ് ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇപ്പോൾ പങ്കാളിയോടൊപ്പമാണ് സുരേഷ് കുറച്ചുനാളായി താമസിച്ചു വരുന്നതെന്നാണ് അറിയുന്നത്. പനമ്പള്ളി നഗർ സ്വദേശി പ്രീതയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം പ്രതി സുരേഷ് മുനമ്പം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയായിരുന്നു. ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. മദ്യവും ലഹരിയും നിരവധി കുടുംബങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നുണ്ട്. മദ്യപിച്ച് ലക്കുകെട്ടെത്തുന്ന മക്കൾ മാതാപിതാക്കൾക്ക് കണ്ണീരും വേദനയുമാണ് സമ്മാനിക്കുന്നത്. പാലക്കാട് കൊടുന്തരപ്പള്ളിയിൽ മദ്യലഹരിയിലെത്തിയ മകനെ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് ഒടുവിലത്തെ ദുരന്തം. കൊടുന്തരപ്പള്ളി സ്വദേശി സിജിലിനെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട അച്ഛൻ ശിവന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. പാലക്കാട് കൊടുന്തരപ്പള്ളിയിലാണ് അച്ഛൻ മകനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. സിജിലിനെയാണ് അച്ഛൻ ശിവൻ വെട്ടി കൊലപ്പെടുത്തിയത്. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ മകനെ അച്ഛൻ കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട സിജിൻ നിരവധി കാപ്പ കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ്. കൊടുന്തരപ്പള്ളിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇന്ന് രാത്രി 8:30 സംഭവം ഉണ്ടായത്. മദ്യപിച്ച് വീട്ടിലെത്തിയ സിജിൻ അച്ഛനുമായി ബഹളം വയ്ക്കുകയും തുടർന്നുണ്ടായ സംഭവത്തിലായിരുന്നു അച്ഛൻ ശിവൻ സിജിലിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്യുന്നത്. അച്ഛൻ ഇപ്പോൾ ഒളിവിലാണ്. പാലക്കാട് നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിജിലിന്റെ മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ലൈംഗിക പീഡന പരാതികളും മലയാള സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കിയതാണ്. മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻ പിള്ളരാജ് തുടങ്ങി പല പ്രമുഖരും കേസിൽ കുടുങ്ങി. അമ്മ സംഘടനയുടെ കൂട്ടരാജിക്ക് വരെയും അത് കളമൊരുക്കി. ഈ സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഇരകൾ പ്രതീക്ഷിച്ചു. എന്നാൽ സൈബറിടത്ത് അവഹേളിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല, ഒടുവിൽ കേസുമില്ല, നടപടിയുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ പോലീസിന്റെ തീരുമാനം. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് നടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തതാണ് കേസുകൾ അവസാനിപ്പിക്കാൻ കാരണമെന്നാണ് വിശദീകരണം. ഇത് സംബന്ധിച്ച് ഈ മാസം തന്നെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. മലയാള സിനിമാ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ പുറത്തുവന്നത്. തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിട്ട മോശം അനുഭവങ്ങൾ തുറന്നു പറയുന്ന മൊഴികൾ വലിയ വിവാദമായി. ഹേമ കമ്മിറ്റി ശുപാർശകൾക്ക് പിന്നാലെ മോശം അനുഭവങ്ങൾ ഉണ്ടായവർ പരാതിയുമായി വന്നതോടെയാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. കമ്മിറ്റിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം 35 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക സംഘത്തിന് കൈമാറി. മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നായിരുന്നു നോട്ടീസിന് നൽകിയ മറുപടി.
കോടതി മുഖേനയും മൊഴി നൽകിയവർക്ക് നോട്ടീസ് അയച്ചു. കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ മൊഴി നൽകിയതോടെ 21 കേസുകളുടെ തുടർ നടപടിയും അവസാനിപ്പിച്ച് കോടതിക്ക് പ്രത്യേക സംഘം റിപ്പോർട്ട് നൽകി. ബാക്കി 14 കേസുകളിലും ഇതേ നിലപാടാണ് മൊഴി നൽകിയവർ ആവർത്തിച്ചത്. ചിലർ കോടതിയിൽ മൊഴി നൽകാൻ തയ്യാറായില്ല. തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ഈ മാസം കോടതിയിൽ നൽകുന്നതോടെ ഹേമ കമ്മിറ്റിയിലെടുത്ത എല്ലാ കേസുകളും അവസാനിക്കും. കമ്മിറ്റിക്ക് മൊഴി നൽകാത്ത ചില വനിതാ പ്രവർത്തകരും ലൈംഗികാതിക്രമ പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ 40 കേസുകളാണ് എടുത്തത്. ഇതിൽ 30ഓളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരു MLAക്ക് പോലും നാട്ടിൽ രക്ഷയില്ലാത്ത കാലമാണ്. സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പല പ്രമുഖരെയും ഇരകളാക്കിയിട്ടുണ്ട്. എന്നാൽ പിറവം MLA അനൂപ് ജേക്കബിനെ കെണിയിൽ വീഴ്ത്താനുള്ള സൈബർ തട്ടിപ്പുകാരുടെ ശ്രമം അമ്പെ പൊളിഞ്ഞു. കർണാടക വിജിലൻസിൽ നിന്നാണെന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പരാതി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് MLAക്ക് ഫോൺ കോൾ എത്തിയത്. അനൂപ് ജേക്കബ് രൂക്ഷമായി പ്രതികരിച്ചതോടെ തട്ടിപ്പുകാർ ഫോൺ കട്ട് ചെയ്ത് മുങ്ങി. സംഭവത്തിൽ MLA കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതുപോലെ പല രീതിയിൽ സൈബർ തട്ടിപ്പുകാർ ആളുകളെ കബളിപ്പിക്കുന്നുണ്ട്. പിറവം MLA അനൂപ് ജേക്കബിന്റെ പേരിൽ മറ്റൊരു ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ നമ്പറിൽ നിന്ന് പലരെയും ഭീഷണിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പരാതി ലഭിച്ചതിനാൽ നിലവിലുള്ള നമ്പർ ബ്ലോക്ക് ചെയ്യുകയാണെന്നും പറഞ്ഞാണ് ഫോൺ കോൾ വന്നത്. ബാംഗ്ലൂരു വിജിലൻസ് ടെലികമ്മ്യൂണിക്കേഷൻസ് വിഭാഗം PRO ആണെന്ന് വിളിച്ചയാൾ പരിചയപ്പെടുത്തി. അഖിലേഷ് ശർമ്മ എന്നാണ് പേര് പറഞ്ഞത്. താങ്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ നിന്നും ഒഴിവാക്കാൻ പിഴ അടയ്ക്കണമെന്നായിരുന്നു തട്ടിപ്പുകാരുടെ ആവശ്യം. പിന്നാലെ MLA രൂക്ഷമായി പ്രതികരിച്ചതോടെ തട്ടിപ്പുകാർ ഫോൺ കട്ട് ചെയ്തു. തിരികെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. സാമ്പത്തിക തട്ടിപ്പിന് MLA ഇരയാക്കാനുള്ള ശ്രമമായിരുന്നു. തുടർന്ന് അനൂപ് ജേക്കബ് കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂർ ടെലികമ്മ്യൂണിക്കേഷന്റെ വിജിലൻസ് വിഭാഗം PRO ആണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയാണ് ഈ പറയുന്ന വ്യക്തി, ഒരു അഖിലേഷ് ശർമ്മ എന്ന് പറയുന്ന വ്യക്തി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആൾ വിളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേരിൽ മറ്റൊരു ഫോൺ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിന്ന് അനവധി പേരെ ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തതായി, അതായത് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ചതായി അവർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ടെലിഫോൺസ്, എൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഈ കക്ഷി പറയുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫൈൻ അടയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് എനിക്ക് ഒരു പത്രങ്ങളിലൊക്കെ ഇത് വായിക്കുന്നതുള്ളത് കൊണ്ടും ഇങ്ങനെയുള്ള തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുന്നുള്ളത് കൊണ്ടും ഞാൻ അവെയറായി ഈ വിഷയത്തെക്കുറിച്ച് അങ്ങോട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു. താങ്കൾ ആരാണ്, എന്താണ്, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. നിങ്ങൾ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്, അതിനുള്ള അധികാരം നിങ്ങൾക്ക് എന്താണ്, തുടങ്ങിയ അനവധി കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായൊരു മറുപടി പറയാതെ വീണ്ടും കർക്കശമായി തന്നെ ഈ കക്ഷിയോട് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം പുള്ളി ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ആ നമ്പറിലേക്ക് പല വട്ടം വിളിച്ചു. അപ്പോഴെല്ലാം ഫോൺ റിങ് ചെയ്തിട്ട് ഇങ്ങനെ വേറെ ടോൺ അടിച്ചങ്ങ് നിന്നു പോവാണത്. ഫോൺ കിട്ടുന്നുണ്ടാവുന്നില്ല. ഞായറാഴ്ച രാവിലെ 10-ന് MLAയുടെ ഫോണിൽ വിളിച്ച് മേൽവിലാസം തിരക്കിയിരുന്നു. MLA ആണെന്ന് അറിയാതെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമായിരുന്നെന്ന് കരുതുന്നു. ഇത്തരത്തിൽ ആഴ്ചയിൽ 3 പരാതിയെങ്കിലും കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ എത്താറുണ്ടെന്ന് SHO പറഞ്ഞതായും MLA അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. തമിഴ്നാട്ടിലേറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ്. 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ കഴിഞ്ഞ ഡിസംബർ 23 രാത്രി സുഹൃത്തിനൊപ്പം ഹോസ്റ്റലിലേക്ക് മടങ്ങും വഴിയാണ് ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ഇരയാക്കിയത്. കേസിൽ 6 മാസം പൂർത്തിയാകും മുൻപേ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി ജ്ഞാനശേഖരന് ജീവപര്യന്തം തടവും 90,000 രൂപ പിഴയുമാണ് ശിക്ഷ. പ്രതിയെ 30 വർഷം പൂർത്തിയാകാതെ പുറത്തുവിടരുതെന്നും ചെന്നൈ മഹിളാ കോടതിയുടെ ഉത്തരവിലുണ്ട്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെ 11 വകുപ്പുകൾ ചുമത്തിയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്.
പ്രതിയെ കുറഞ്ഞത് 30 വർഷം വരെ പുറത്തുവിടരുതെന്നും ജയിലിൽ പ്രത്യേക പരിഗണന നൽകരുതെന്നും കോടതി ഉത്തരവിട്ടു. എവിഡൻസ് நீதிமன்றத்திற்கு திருப்திகரமாக இருந்ததனால் தான் இன்றைக்கு இவ்வளவு பெரிய முக்கியத்துவம் வாய்ந்த ஜட்ஜ்மெண்ட் இன்றைக்கு கிடைத்திருக்கு. எல்லா விட்னஸஸும் மிக அருமையாக அரசு தரப்பிற்கு சாட்சியை நிரூபிக்கக்கூடிய வகையில் அவங்களுடைய எவிடன்சஸ் இருந்தது அப்படின்றத நான் சொல்லிக்கிறேன். மேக்சிமம் இந்த குற்றச்சாட்டுக்கு மேக்சிமம் பனிஷ்மெண்ட் இதுதான். 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ ഡിസംബർ 23 രാത്രി സുഹൃത്തിനൊപ്പം ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് മടങ്ങും വഴി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. പരാതി നൽകിയാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയെങ്കിലും പിറ്റേന്ന് വിദ്യാർത്ഥിനി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ക്യാമ്പസിന് സമീപം ബിരിയാണി വിൽക്കുന്നയാളാണ് ജ്ഞാനശേഖരൻ. ഇയാൾ DMK യുവജന വിഭാഗം പ്രവർത്തകനാണെന്നും DMK നേതാക്കളിൽ ചിലർ ഇയാളെ സഹായിക്കാൻ ശ്രമിച്ചെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം വെങ്ങാനൂരിൽ നാട്ടുകാരിൽ ഭീതി പരത്തി മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികൂടവും. വെണ്ണിയൂർ ഭാഗത്തെ ആളൊഴിഞ്ഞ പറമ്പിലാണ് തലയോട്ടിയും അസ്ഥികൂടവും വസ്ത്രങ്ങളും കണ്ടെത്തിയത്. എന്നാൽ ഇത് സ്ത്രീകളുടേതോ പുരുഷൻ്റേതോ എന്ന് സ്ഥിരീകരണം വന്നിട്ടില്ല. പ്രദേശത്ത് നിന്ന് 1 മാസം മുൻപ് കാണാതായ ജോയി എന്നയാളാണ് മരിച്ചതെന്നാണ് സംശയം. അതുകൊണ്ട് തന്നെ ജോയിയെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. മൃതദേഹം ആരുടേതാണെന്നും സംഭവം കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്ന ശേഷമേ വ്യക്തമാകൂവെന്നാണ് പോലീസ് പറയുന്നത്. വെങ്ങാനൂർ വെണ്ണിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് തലയോട്ടിയും അസ്ഥികൂടവും വസ്ത്രങ്ങളും കണ്ടെത്തിയത്. പുരയിടത്തിൽ തേങ്ങയിടാനെത്തിയ ആൾക്കാരാണ് ശരീരാവശിഷ്ടങ്ങൾ ആദ്യം കാണുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വിഴിഞ്ഞം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അസ്ഥികൂടം ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ പ്രദേശത്ത് ജോയി എന്നയാൾ 1 മാസമായി മിസ്സിംഗ് ആണ്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ജോയിയുടെ കയ്യിലുണ്ടായിരുന്നതിന് സമാനമായ ചരട് അസ്ഥികൂടത്തിലുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വെങ്ങാനൂർ വാർഡിൽ വെണ്ണിയൂർ ദേശത്ത് തൃപ്പലിയൂർ എന്ന സ്ഥലത്ത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരാളുടെ സ്കൾട്ടൻ കണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ പുരയിടത്ത് കയറി തേങ്ങ വറക്കാൻ വരുന്ന ആൾക്കാരാണ് കണ്ട് അറിയിച്ചത്. നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും അത് സംബന്ധിച്ച് സ്റ്റേഷനിൽ ആൾ വന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണ് ഒരു മാസത്തിന് മേളിലായി ഒരാളെ ഇപ്പോൾ കാണാനായി ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അയാളാണോ എന്നൊരു സംശയമുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ ഇടത് കൈ എങ്ങാണ്ടോ ഒരു ഒടിവിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്, വളവ് പോലെ ഇരിപ്പുണ്ട്. പക്ഷെ ബോഡി ഒന്നുമില്ല, ഫുൾ സ്കൾട്ടനും അയാളുടെ ഡ്രസ്സും മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് തുടർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ ഫോർട്ട് AC-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ നിരവധി പ്രമുഖരെ പല കേസുകളുടെയും പേര് പറഞ്ഞ് കുറച്ചുനാൾ ED വിരട്ടിയതാണ്. ഇപ്പോൾ EDക്ക് പേടി വിജിലൻസിനെയാണ്. കൈക്കൂലി കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായതോടെ വിജിലൻസും കളത്തിലിറങ്ങി. അഴിമതി കേസിലെ വിവരശേഖരണത്തിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം EDയുടെ കൊച്ചി ഓഫീസിലെത്തി നോട്ടീസ് നൽകി. കേസുകളുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനാണ് നോട്ടീസ് നൽകിയതെന്നാണ് വിജിലൻസിൻ്റെ വിശദീകരണം. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി ഇടപാടിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ 1-ാം പ്രതിയായ ശേഖർ കുമാറിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരായ കേസ് ഒതുക്കാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കൈക്കൂലി കേസിലെ രേഖകൾ ആവശ്യപ്പെട്ട് EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ടെത്തി വിജിലൻസ് സംഘം നോട്ടീസ് കൈമാറിയത്. വിജിലൻസ് കേസിലെ പരാതിക്കാരനെതിരെ ED നേരത്തെ രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിന്റെ വിശദാംശങ്ങൾ ലഭിക്കാനാണ്
നോട്ടീസ് നൽകിയതെന്ന് വിജിലൻസ് SP S ശശിധരൻ വ്യക്തമാക്കി. അനീഷ് ബാബുവിന്റെ കേസുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് ED ഓഫീസിൽ നടന്നിരിക്കുന്നത് എന്നാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. നമ്മളിന്ന് സ്പെസിഫിക് ആയിട്ട് വേണ്ട റെക്കോർഡ്സ് എന്നൊക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസേഴ്സ് ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ്. അല്ലാതെ അവിടെ ഒരു പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ കേസിലേക്ക് വേണ്ട കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് പോയി ലെറ്റർ കൊടുത്തത്. അതേസമയം കേസിൽ വിജിലൻസ് ഒന്നാം പ്രതിയാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. കേസിലെ ഒന്നാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റാണ് ജസ്റ്റിസ് PG അജിത് കുമാർ തടഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട് ശേഖർ കുമാറിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 10 ദിവസത്തിനകം മറുപടി നൽകാനും വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. കൊച്ചി സ്വദേശിയും ഇടനിലക്കാരനുമായ വിൽസൺ വർഗീസ്, രാജസ്ഥാൻ സ്വദേശി മുകേഷ് കുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവരാണ് മറ്റു 3 പ്രതികൾ. ശേഖർ കുമാറാണ് കേസിലെ ഒന്നാം പ്രതി. താൻ നിരപരാധിയാണെന്നും ഗൂഢ ഉദ്ദേശത്തോടെയാണ് തന്നെ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നതെന്നുമാണ് ശേഖർ കുമാറിന്റെ വാദം. തനിക്കെതിരായ ആരോപണത്തിന് തെളിവുകളുടെ പിന്തുണയില്ല. കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശേഖർ കുമാർ പറയുന്നു. നേരത്തെ കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തനിക്കെതിരെയുള്ള കേസ് അട്ടിമറിക്കാൻ പരാതിക്കാരനായ കശുവണ്ടി വ്യവസായി ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കേസെന്ന് ശേഖർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വിദ്യാർത്ഥികളിൽ അച്ചടക്കം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആൺകുട്ടികളാണെങ്കിൽ മുടി നീട്ടി വളർത്തരുതെന്നും തലയിൽ വരയും കുറിയുമൊന്നും പാടില്ലെന്നും പണ്ടു മുതലേ നിർദ്ദേശമുള്ളതാണ്. എന്നാൽ പത്തനംതിട്ട അടൂരിലെ ഒരു സ്കൂളിൽ ആദ്യ ദിവസം 9ാം ക്ലാസ്സുകാരനെ ക്ലാസ്സിൽ കയറ്റാതെ മണിക്കൂറോളം പുറത്തു നിർത്തിയത് മുടി ശരിയായ രീതിയിൽ വെട്ടിയില്ലെന്ന് പറഞ്ഞാണ്. പിന്നാലെ സ്കൂൾ അധികൃതർ കുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തി. മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അവഹേളനം നേരിട്ടതോടെ 9ാം ക്ലാസ്സുകാരൻ്റെ മനസ്സ് കുറച്ച് വേദനിച്ചു. അവൻ്റെ അച്ഛനും അത് വല്ലാത്ത വിഷമവുമായി. സംഭവം വിവാദമായതോടെ തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ലെന്നും പറഞ്ഞ് സ്കൂൾ അധികൃതർ ഉറപ്പ് നൽകിയതോടെ രക്ഷിതാവ് പരാതി പിൻവലിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ കയറ്റിയില്ല, ക്ലാസ്സിനകത്ത് കയറ്റിയില്ല, ഞങ്ങളെ ഒന്നിനും പരിപാടിക്കും കൊണ്ടുപോയില്ല. പിന്നെ ലാസ്റ്റ് ഇച്ചേരം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പം ഫാദർ എല്ലാവരെയും അകത്ത് കയറ്റിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഇനി മേലെ ചെയ്യരുത് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഒപ്പും പേരും ഒക്കെ എഴുതിയെടുത്തിട്ട് ലാസ്റ്റ് തീരാറായപ്പോഴത്തേക്ക് ക്ലാസ് വിട്ടു. 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പ്രവേശനോത്സവ ദിനത്തിൽ ദുരനുഭവം നേരിട്ടത്. സ്കൂളിന്റെ അച്ചടക്കത്തിന് വിരുദ്ധമായി മുടി വെട്ടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാവിലെ ക്ലാസ്സിൽ കയറുന്നതിൽ നിന്നും വിദ്യാർത്ഥിയെ വിലക്കിയത്. അധ്യാപകർ രക്ഷിതാവിനെ വിളിച്ച് ഉടൻ സ്കൂളിലെത്തണമെന്ന് ആവശ്യപ്പെട്ടു. സ്കൂളിന്റെ അച്ചടക്കത്തിന് അനുയോജ്യമായ രീതിയിൽ അടുത്ത ദിവസം മുടി വെട്ടാമെന്നറിയിച്ച പിതാവ് മടങ്ങി. എന്നാൽ അതിനുശേഷവും വിദ്യാർത്ഥിയെ മണിക്കൂറുകളോളം ക്ലാസ്സിന് പുറത്തു തന്നെ നിർത്തിയെന്നാണ് പരാതി. രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. ഇന്നലെ അവൻ്റെ മുടിയൊക്കെ ഞാൻ കൊണ്ടുപോയി വെട്ടിച്ചു. രാവിലെ പുതിയ എടുപ്പെടുത്തൊക്കെ സന്തോഷമായിട്ട് സ്കൂളിൽ വന്നതാണ്. കയറിപ്പോയപ്പോൾ തന്നെ 2 സാറുമാർ അവിടെ നിന്നിട്ട് അവൻ്റെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനങ്ങ് ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ റജി എന്ന് പറയുന്ന സാറ് വിളിച്ചു. അത്യാവശ്യമായിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എന്താണെന്ന് ചോദിച്ചപ്പോൾ മുടി വെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ജോലി സ്ഥലത്ത് അങ്ങ് വന്നു പോയി, ഞാൻ അവനെ പിന്നെ വൈകിട്ട് കൊണ്ടുവന്ന് മുടി ഇച്ചിരൂടെ വേണേൽ വൃത്തിയായിട്ട് വെട്ടിക്കോളാം, എന്നെ വരുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേന് പ്രിൻസിപ്പാളിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി വിളിച്ചില്ല. ഞാൻ പുള്ളിയെ പിന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇയാൾ വന്നാലേ കുഞ്ഞിനെ ക്ലാസ്സിൽ കയറ്റത്തുള്ളൂ. സംഭവം വിവാദമായതോടെ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി സ്കൂളിലെത്തി. ആദ്യഘട്ടത്തിൽ വിശദീകരണം നൽകാതെ സ്കൂൾ അധികൃതർ ഒഴിഞ്ഞുമാറി. പിന്നീട് പോലീസ് ഇടപെട്ട് നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത്. സ്കൂളിന്റെ അച്ചടക്ക നടപടിയുടെ ഭാഗമായുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി അധ്യാപകരോ മറ്റാരും പെരുമാറിയിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ വിശദീകരിച്ചു. നമ്മുടെ സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. കുട്ടികളെ രാവിലെ സ്പോർട്സിന്റെ ടീച്ചേഴ്സാണ് ഇത് നോക്കുന്നത്. ലൈനായിട്ട് വരുമ്പോൾ
സ്പോർട്സ് ടീച്ചേഴ്സ് അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഓഫീസിനവിടെ കൊണ്ടുപോയി പേരൻസിനെ അറിയിക്കും. കാരണം കൊച്ചുകുട്ടികളായതുകൊണ്ട് പേരൻസിനെ അറിയിക്കും. കാരണം ഇത് അൺഎയ്ഡഡ് സ്കൂളാണ്, അതിന്റെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ കുട്ടികളെ ഒന്നുകൂടെ വാൺ ചെയ്ത് ഇവരെ ക്ലാസ്സിലോട്ട് വിടും. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ അവർക്കൊരു വിഷമം ഉണ്ടായി എന്ന് തോന്നുന്നു. കാരണം അത് നമ്മൾ പറഞ്ഞു സംസാരിച്ച് പുള്ളിക്ക് ബോധ്യമായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പോലീസിനും പരാതി നൽകാനായിരുന്നു രക്ഷിതാവിന്റെ ആദ്യ തീരുമാനം. എന്നാൽ സ്കൂൾ അധികൃതർ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചോടെയാണ് പരാതിയിൽ നിന്നും പിന്നീട് പിൻവാങ്ങിയത്. ഈ മുടിയുടെ പേരിലുള്ള വിഷയങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ പരാതി പിൻവലിക്കാനാണ് തീരുമാനം. ഇല്ല, അത് പിന്നെ അവന്റെ മുടി വെട്ടുന്നതായിട്ട് സംബന്ധിച്ച് മുടി വെട്ടിയത് ശരിയായില്ലെന്നുള്ള ഒരു ഇവിടുത്തെ രീതി അനുസരിച്ച് വെട്ടിയില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു. തെറ്റായിപ്പോയി സമ്മതിച്ചു. ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊരു ഉറപ്പാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച കേസ് നാട്ടിൽ ആശങ്ക പരത്തിയതാണ്. കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെ ഒരാഴ്ചയ്ക്കകം മോചിപ്പിച്ചെങ്കിലും ആരാണ് തട്ടിക്കൊണ്ടുപോയെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് CCTV ദൃശ്യങ്ങളും യുവാവിൻ്റെ മൊഴിയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഒടുവിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ ദിവസം വീട്ടിൽ ബൈക്കിലെത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസിനെയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത്. സംഭവം നടന്ന ശേഷം ഒളിവിൽ പോയ ഇയാളെ കർണാടക കേരള അതിർത്തിയിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് പ്രധാന പ്രതികളിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായത്. യുവാവിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ദിവസം വീട്ടിൽ ബൈക്കിലെത്തിയ ആളാണ് മുഹമ്മദ് നിയാസ്. 2 ബൈക്കുകളിലും കാറിലുമായി എത്തിയാണ് സംഘം വീട്ടുകാരെ അടക്കം ഭീഷണിപ്പെടുത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയി ദിവസങ്ങൾക്കുള്ളിൽ യുവാവിനെ സംഘം മലപ്പുറത്ത് ഉപേക്ഷിച്ചിരുന്നു. അന്നൂസ് റോഷന്റെ സഹോദരനുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ തുടർന്നായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് കൊടുവള്ളി CI അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. പിടിയിലായ മുഹമ്മദ് നിയാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യപ്രതികളെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ അന്വേഷണം താമരശ്ശേരി DYSP ഏറ്റെടുത്തിരുന്നു. പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 3 പേരെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും അവർക്ക് കൃത്യമായി നേരിട്ട് പങ്കില്ലെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ ഹവാല പണമിടപാട് സംഘത്തെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘവും പിന്നിലുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. അന്നൂസിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പ്രധാന പ്രതികളിൽ ഒരാൾ പിടിയിലായ സാഹചര്യത്തിൽ മറ്റു പ്രതികളെ ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അന്നൂസ് റോഷനെ തടങ്കലിൽ വെച്ച ശേഷം തിരികെ കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കാറിൽ ഡ്രൈവർക്ക് പുറമെ 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്ന മൊഴി കണക്കിലെടുത്തും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കാറിൽ വെച്ച് ഉറങ്ങുന്ന സമയത്ത് ഇവർ 2 പേർ കാറിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് അന്നൂസ് റോഷൻ നേരത്തെ പോലീസിന് മൊഴി നൽകിയത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് അന്നൂസ് റോഷനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന കർണാടക സ്വദേശിയായ കാർ ഡ്രൈവറിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ലഹരി സംഘങ്ങൾ ഇപ്പോൾ സ്ത്രീകളെ ഉപയോഗിച്ചാണ് പല ഇടപാടുകളും നടത്തുന്നത്. യുവതികളെ ക്യാരിയർമാരാക്കിയാൽ പോലീസോ എക്സൈസോ സംശയിക്കാറില്ല. അതുകൊണ്ടാണ് ആലപ്പുഴ സ്വദേശി സിയ MDMA കടത്താൻ ഭാര്യയെ കൂട്ടുപിടിച്ചത്. ഭാര്യയെ സഞ്ജുമോളുടെ ബാഗിൽ ഒളിപ്പിച്ചാണ് ബംഗളൂരുവിൽ നിന്നും മറ്റും ലഹരി എത്തിക്കുക. കഴിഞ്ഞ ദിവസം ആലപ്പുഴ നഗരത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ദമ്പതികൾ ലഹരിയുമായി പിടിയിലായി. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ നോർത്ത് പോലീസും ചേർന്ന് ഇവരിൽ നിന്ന് 13 ഗ്രാം MDMA കണ്ടെടുത്തു. പിടിയിലായ സിയ നിരവധി ലഹരി കേസുകളിലും അടിപിടി കേസുകളിലും പ്രതിയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ആലപ്പുഴ നഗരത്തിലെ റെയിൽവേ സ്റ്റേഷൻ, KSRTC സ്റ്റാൻഡ്, പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് MDMA കണ്ടെടുക്കാനായത്.
വിൽപ്പനയ്ക്കായി ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ YMCA ടൂറിസ്റ്റ് ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്ന് പ്രതികൾ പിടിയിലാവുകയായിരുന്നു. നർക്കോട്ടിക് സെൽ DYSP B പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ DYSP മധു ബാബുവിന്റെ നേതൃത്വത്തിൽ CI രാജേഷ്, SI-മാരായ ഗീതുമോൾ, സൈമൺ ആൻഡോ, SCPO ബിജിമോൻ, CPO മാത്യു എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായ സിയ മാസങ്ങളായി കേരളത്തിന് പുറത്തുനിന്ന് ലഹരി വസ്തുക്കൾ നാട്ടിലെത്തിച്ച് കച്ചവടം നടത്തി വരികയായിരുന്നു. ഇയാൾക്കെതിരെ നേരത്തെ NDPS കേസുകളും നിരവധി അടിപിടി കേസുകളുമുണ്ട്. ഭാര്യയെ ഉപയോഗിച്ചാണ് സിയ ലഹരിക്കടത്ത് നടത്തിയിരുന്നതെന്നാണ് വിവരം. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ജില്ലാ പോലീസും ജില്ലയിലുടനീളം സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ശക്തമായ പരിശോധനയുടെ ഫലമായാണ് ഇത്രയും വലിയ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെയും എക്സൈസിന്റെയും തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. ഒരു ചെറിയ മോഷണം നടത്തിയാൽ പോലും CCTV ക്യാമറകൾ പൊക്കുന്ന കാലമാണിത്. പാലക്കാട് വടക്കഞ്ചേരി ഡിവൈൻ ആശുപത്രിയിൽ നിന്ന് ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച വിരുദ്ധനെ കുടുക്കിയത് CCTV ആണ്. മോഷ്ടിക്കാൻ തക്കവണ്ണം മൊബൈൽ കണ്ണിൽപ്പെട്ടതോടെ കള്ളൻ പതുങ്ങുന്നതും ഫോൺ കയ്യിലൊതുക്കി കടന്നു പോകുന്നതും ക്യാമറയിൽ വ്യക്തം. അയാളുടെ തലയ്ക്ക് മുകളിലെല്ലാം കണ്ടുകൊണ്ട് CCTV ഉണ്ടെന്ന് മാത്രം കള്ളൻ അറിഞ്ഞില്ല. സംഭവത്തിൽ ഫോണിൻ്റെ ഉടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിയിലെ റിസപ്ഷനിൽ നിന്നാണ് ജീവനക്കാരിയുടെ ഫോണുമായി മോഷ്ടാവ് കടന്നുകളയുന്നത്. പക്ഷേ കള്ളന്റെ കഷ്ടകാലത്തിന് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന CCTV എല്ലാം ഒപ്പിയെടുത്തിരുന്നു. കാക്കി ഷർട്ടും കാവി മുണ്ടും ധരിച്ച് റിസപ്ഷനോട് ചേർന്ന കസേരയിലിരുന്ന മോഷ്ടാവിനെ ക്യാമറയിൽ വ്യക്തമായി കാണാം. ചുറ്റും ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ പ്രതി പതിയെ കസേരയിൽ നിന്നെണീറ്റ് റിസപ്ഷനിലിരുന്ന ഫോൺ കൈക്കലാക്കി. ഉടൻ ഒരാൾ വരുന്നത് കണ്ട് ഫോൺ കയ്യിലൊതുക്കി വീണ്ടും കസേരയിലിരിക്കുന്നതും ഫോൺ മുണ്ടിൽ ഒളിപ്പിച്ച് കടക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തിൽ ഫോൺ ഉടമയായ ആശുപത്രി ജീവനക്കാരി വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതിയുടെ ദൃശ്യങ്ങൾ വ്യക്തമായി ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പല കള്ളന്മാരും മോഷ്ടിക്കാൻ ഇറങ്ങുന്നത് ആഡംബര ജീവിതത്തിന് വേണ്ടിയാണ്. മോഷ്ടിക്കുന്ന പണം കൊണ്ട് ചിലർ അടിച്ചു പൊളിച്ച് ജീവിക്കും. മറ്റു ചിലരാകട്ടെ കാറൊക്കെ വാങ്ങി നാട്ടിൽ കറങ്ങി നടക്കും. ഒറ്റപ്പാലം സ്വദേശി അബൂബക്കർ കവർച്ചാ പണം കൊണ്ട് ഒരു കാറ് വാങ്ങി. ഒറ്റപ്പാലം മുസ്ലിം പള്ളിയിൽ നിന്ന് കവർന്ന 6 ലക്ഷത്തോളം രൂപയിൽ നിന്നാണ് ഇയാൾ കാറ് വാങ്ങിയത്. എന്നാൽ പ്രതിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെ കള്ളൻ കുടുങ്ങി. കേസിൽ അബൂബക്കറിനെ മണ്ണാർക്കാട് നിന്നാണ് പോലീസ് പിടികൂടിയത്. കേസിൽ അറസ്റ്റിലായ ഒറ്റപ്പാലം സ്വദേശി അബൂബക്കർ കാറുമായി അട്ടപ്പാടിയിലേക്ക് സുഹൃത്തിനെ കാണാൻ പോകുന്നതിനിടെയാണ് മണ്ണാർക്കാട്ട് നിന്ന് പിടിയിലായത്. കാറിന്റെ ഡിക്കിയിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ 2.85 ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തി. ഞായറാഴ്ച പുലർച്ചെ 4:00ഓടെയാണ് പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ടും അകത്തെ അലമാരയും തകർത്ത് മോഷണം നടത്തിയത്. അലമാരയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 6 ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്യപ്പെട്ടെന്നാണ് പരാതി. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ബലികർമ്മത്തിനായി കഴിഞ്ഞ ദിവസം വിശ്വാസികളിൽ നിന്ന് സമാഹരിച്ച തുകയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. അടുത്ത ദിവസം വിനിയോഗിക്കേണ്ടതിനാൽ പണം ബാങ്കിലേക്ക് മാറ്റിയിരുന്നില്ല. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദർശകരുടെ ദൃശ്യങ്ങളും പരിശോധിച്ച പോലീസ് രണ്ടിലും രൂപസദൃശ്യം തോന്നിയ ആളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു. സന്ദർശക രജിസ്റ്ററിൽ നിന്ന് ഫോൺ നമ്പർ ശേഖരിച്ചായിരുന്നു തുടരന്വേഷണം.
ടവർ ലൊക്കേഷൻ പിന്തുടർന്ന അന്വേഷണ സംഘം ഞായർ രാത്രി 7ഓടെ പ്രതിയെ പിടികൂടി. വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച നടപടികൾ അറിയാനെന്ന വ്യാജേനയാണ് ഇയാൾ നേരത്തെ പള്ളിയിലെത്തി പരിസരം വീക്ഷിച്ചിരുന്നത്. പള്ളി കമ്മിറ്റി വിശ്വാസികളിൽ നിന്ന് പണം സമാഹരിച്ചത് തിരിച്ചറിഞ്ഞായിരുന്നു മോഷണം. മുറിയിലെ CCTV ക്യാമറയുടെ കേബിൾ മുറിച്ചിരുന്നെങ്കിലും പുറത്തെ ക്യാമറയിൽ നിന്നാണ് ദൃശ്യങ്ങൾ കിട്ടിയത്. പോലീസ് ഇൻസ്പെക്ടർ A. അജീഷ്, SI-മാരായ M. സുനിൽ, K. ഹരിദേവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. അബൂബക്കറിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി 20ഓളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. വീട് പൂട്ടി പുറത്തു പോകുന്നവർ സ്വർണവും പണവും അവിടെ സൂക്ഷിക്കരുതെന്ന് എത്ര നിർദ്ദേശം നൽകിയാലും ചിലർ കൂട്ടാക്കാറില്ല. ഒടുവിൽ വീട്ടിൽ മോഷണം സംഭവിക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് തിരിച്ചറിവുണ്ടാവുന്നത്. കണ്ണൂർ പയ്യന്നൂരിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. പയ്യന്നൂർ സ്വദേശിനി ഗീതയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇവർ ബംഗളൂരുവിൽ മകളുടെ അടുത്ത് പോയപ്പോഴായിരുന്നു മോഷണം. 4 പവൻ സ്വർണ്ണാഭരണവും 32,000 രൂപയും നഷ്ടപ്പെട്ടെന്നാണ് പരാതി. മെയ് 23-നും ജൂൺ 1 വൈകുന്നേരം 6:30-ക്കും ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത്. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 4 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 32,000 രൂപയുമാണ് മോഷണം പോയത്. ഗീത ബാംഗ്ലൂരിൽ മകളുടെ വീട്ടിൽ പോയിരുന്നതിനാൽ കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം 6:30-യോടെ കാസർഗോഡ് ജോലി ചെയ്യുന്ന മകൻ എത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ തകർത്തതായി കണ്ടത്. കണ്ണൂരിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. SI P. യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ. മംഗളൂരുവിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ട കേസ് വലിയ കോളിളക്കമുണ്ടാക്കിയതാണ്. അതിനുശേഷം തുടർച്ചയായി 2 കൊലപാതകങ്ങളും അവിടെ അരങ്ങേറി. പുൽപ്പള്ളി സ്വദേശിയായ അഷ്റഫിനെ ചവിട്ടിയും വടികൊണ്ടും മർദ്ദിച്ചും നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടും പോലീസ് നടപടി വൈകിയെന്ന വിമർശനമുയർന്നതാണ്. ഒടുവിൽ പോലീസിന്റെ വീഴ്ച കാരണം 2 പ്രതികൾക്ക് കോടതി ജാമ്യവും അനുവദിച്ചിരിക്കുന്നു. കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും തുടക്കത്തിൽ അന്വേഷണത്തിലുണ്ടായ പൊരുത്തക്കേടുകളും കോടതി ജാമ്യഹർജി പരിഗണിക്കവേ വിമർശിച്ചു. ഇതിനിടെ ബണ്ട്വാൾ സ്വദേശിയും പിക്കപ്പ് ഡ്രൈവറുമായ അബ്ദുൾ റഹ്മാനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മംഗളൂരു കുടുപ്പുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് കൊല്ലപ്പെട്ട കേസിൽ 2 പ്രതികൾക്ക് ജാമ്യം. K. സുശാന്ത്, രാഹുൽ എന്നിവർക്കാണ് ദക്ഷിണ കന്നഡ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും കേസന്വേഷണത്തിന്റെ തുടക്കത്തിലുണ്ടായ പൊരുത്തക്കേടുകളും കോടതി ചൂണ്ടിക്കാട്ടി വിമർശിച്ചു. കേസിൽ 21 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആൾക്കൂട്ട കൊല സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടും കൃത്യസമയത്ത് മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഏപ്രിൽ 27-നാണ് കുടുപ്പുവിലെ മൈതാനത്തിന് സമീപം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മാനസിക അസ്വാസ്ഥ്യമുള്ള അഷ്റഫിനെ ചവിട്ടിയും വടികൊണ്ടടിച്ചും അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 2 ദിവസത്തിന് ശേഷമായിരുന്നു ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. ഇത് വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. ഇതിനിടയിൽ ബണ്ട്വാൾ കൊലട്ടമജലു സ്വദേശിയും പിക്കപ്പ് ഡ്രൈവറുമായ അബ്ദുൾ റഹ്മാൻ കൊലക്കേസിൽ അറസ്റ്റിലായ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ദീപക്, പൃഥ്വിരാജ്, ചിന്തൻ, സുമിത് ആചാര്യ, രവിരാജ് എന്നിവരെയാണ് 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ മാസം 27-നാണ്
അബ്ദുൾ റഹ്മാനെ ഇരക്കോടിയിൽ വെച്ച് ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. മണൽ ഇറക്കുന്നതിനിടെയാണ് 15ഓളം വരുന്ന സംഘം അതിക്രൂരമായി റഹ്മാനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 മംഗളൂരു. യൂത്ത് ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷികളെ തട്ടിക്കൊണ്ടുപോയി മൊഴി മാറ്റിയെന്ന കേസ് CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ്. പ്രതികളായ പി ജയരാജനും TV രാജേഷിനും എതിരായി മൊഴി നൽകിയവരെ പ്രതിഭാഗം അഭിഭാഷകനും CPM നേതാവും ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു പരാതി. കേസിൽ CPM നേതാവ് CP സലീമിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. കേസിൽ പ്രതിയായിരുന്ന അഭിഭാഷകനായ നിക്കോളാസ് ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ പ്രതിസ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷികളായ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ പ്യൂൺ CP അബു, മുസ്ലിം ലീഗ് പ്രവർത്തകനായ സാബിർ എന്നിവരാണ് തട്ടിക്കൊണ്ടുപോയതായി പരാതി നൽകിയത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ജയരാജനും രാജേഷും ഷുക്കൂറിനെ കൊല്ലാൻ നിർദ്ദേശം നൽകുന്നത് കേട്ടു എന്നാണ് അബുവും സാബിറും മൊഴി നൽകിയത്. 2013 സെപ്റ്റംബർ 21-ന് അബുവിനെയും സാബിറിനെയും തളിപ്പറമ്പിൽ നിന്ന് സലീം നിർബന്ധപൂർവം കാറിൽ കയറ്റി ബക്കളത്ത് ഹോട്ടലിൽ എത്തിക്കുകയായിരുന്നു. ഹോട്ടലിൽ നിക്കോളാസ് ജോസഫും ഉണ്ടായിരുന്നു. തുടർന്ന് ഇരുവരും ഭീഷണിപ്പെടുത്തി വിവിധ കടലാസുകളിൽ 20ഓളം ഒപ്പിടുവിപ്പിച്ചു. രാത്രിയോടെ തളിപ്പറമ്പിൽ കൊണ്ടുവിട്ടു. പിറ്റേന്ന് മൊഴി മാറ്റിയെന്ന വാർത്ത വന്നപ്പോഴാണ് മൊഴി മാറ്റുന്നതിനുള്ള കടലാസുകളിലാണ് തങ്ങൾ ഒപ്പിട്ടത് എന്ന് അറിയുന്നതെന്ന് ഇരുവരും പരാതിയിൽ പറയുന്നു. ഇതിനിടെ ഗൾഫിൽ പോയ സാബിർ പിന്നീട് കേസിൽ ഹാജരായില്ല. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ME അനുരാജാണ് പ്രതിയെ വെറുതെ വിട്ടത്. അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായ നിക്കോളാസ് ജോസഫും തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് നിക്കോളാസ് ജോസഫിനെ പ്രതിസ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കി തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് വനംവകുപ്പ് കുരിശു പൊളിച്ച സംഭവവും വൈദികർക്കും വിശ്വാസികൾക്കും നോട്ടീസ് അയച്ചതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. ഭരണ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തുമെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ കാളിയാർ റേഞ്ച് ഓഫീസർ VK മനോജിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. കാളിയാറിൽ നിന്ന് പത്തനാപുരത്തേക്കാണ് സ്ഥലമാറ്റം. കുരിശ് സ്ഥാപിച്ച സ്ഥലം വനഭൂമി അല്ലെന്നാണ് വിശ്വാസികളുടെ വാദം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് നാരങ്ങാനത്ത് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശ് സ്ഥാപിച്ചത്. പിറ്റേ ദിവസം തന്നെ കുരിശ് വനം വകുപ്പ് പൊളിച്ചു നീക്കുകയും ചെയ്തു. കുരിശ് സ്ഥാപിച്ച സ്ഥലം കൈവശ ഭൂമിയാണെന്നാണ് പ്രദേശവാസികളുടെ വാദം. എന്നാൽ വനഭൂമിയാണെന്ന് വനം വകുപ്പും പറയുന്നു. കുരിശ് പൊളിച്ച് വനം വകുപ്പിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് വരുന്നത്. തുടർന്ന് ഇടവക വിശ്വാസികൾ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കുരിശ് സ്ഥാപിച്ച സ്ഥലത്തേക്ക് കുരിശിന്റെ വഴിയും സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കോതമംഗലം രൂപത വികാരി ജനറൽ, തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി വികാരി എന്നിവർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. കുരിശ് നീക്കം ചെയ്ത വനം വകുപ്പിന്റെ നടപടിക്കെതിരെയും വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത നടപടിയിലും പ്രതിഷേധിച്ച് പ്രദേശവാസികൾ സമരം സംഘടിപ്പിച്ചു. CPM, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും കാളിയാർ റേഞ്ച് ഓഫീസർക്കെതിരെ സമരം നടത്തി. വനം വകുപ്പ് കേസെടുത്തവർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നോട്ടീസ് നൽകി പിറ്റേ ദിവസം തന്നെ പ്രതികളാക്കപ്പെട്ടവർക്ക് തൽക്കാലം നോട്ടീസ് നൽകേണ്ട എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. കാളിയാർ റേഞ്ച് ഓഫീസർക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. റേഞ്ച് ഓഫീസിലേക്ക് 2 തവണ സമരവും സംഘടിപ്പിച്ചു. ഇതിനു പുറമെയാണ് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. റേഞ്ച് ഓഫീസർ TK മനോജിനെ പത്തനാപുരത്തേക്കാണ് സ്ഥലം മാറ്റിയത്. ന്യൂസ് 18 ഇടുക്കി. ചെറിയ തെറ്റും കുറ്റവും ഉണ്ടാകാത്ത മനുഷ്യരുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ പിഴവുകൾ ചിലപ്പോഴൊക്കെ സംഭവിക്കാം.
നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നിരവധി പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം. വൈകാരിക നിമിഷത്തിൽ പറ്റിയ വീഴ്ചകളും ഒരെടുത്തുചാട്ടത്തിന് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ നമ്മൾ അറിയാതെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കാം. എന്നാൽ തെറ്റുതിരുത്താനുള്ള മനോഭാവവും ജീവിതത്തിൽ മാറ്റം വേണമെന്ന തിരിച്ചറിവും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നേ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.